ലഹരിഗുണ്ടാ മാഫിയകളുടെ ഭീഷണിക്കെതിരെ ജാഗ്രത ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഉദിനിപ്പറമ്പ് നാട്ടുകൂട്ടം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സും ബഹുജന മാർച്ചും ഫെബ്രുവരി 24 തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി വൈകിട്ട് 5 മണിക്ക് ലഹരി മാഫിയക്കെതിരെ ശക്തമായ സന്ദേശം നൽകുന്നതിനായി ഉദിനിപ്പറമ്പ് സെന്ററിൽ നിന്ന് ബഹുജന മാർച്ച് ആരംഭിക്കും. തുടർന്ന് വൈകിട്ട് 6:30 നടക്കുന്ന ജാഗ്രതാ സദസ്സിന്റെ ഉദ്ഘാടനം പൊന്നാനി MLA P. നന്ദകുമാർ നിർവഹിക്കും. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ലഹരിക്കെതിരായ പൊതുസമൂഹത്തിന്റെ ഐക്യപദവി വ്യക്തമാക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ ജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. ലഹരി മാഫിയക്കാർ ആ പ്രദേശത്തുള്ള സുബൈർ, ലബീബ്, റാഫി എന്നീ ചെറുപ്പക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. ഈ ഉദിനിപ്പറമ്പ് പ്രദേശത്ത് വന്ന് താമസിക്കുകയും അവർ ഉദിനിപ്പറമ്പ്, മുള്ളംകുന്ന്, ഞാറക്കുന്ന് പ്രദേശത്തുള്ള ചെറുപ്പക്കാരെ ഈ ലഹരി മാഫിയക്കാർ അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ആ പ്രദേശം നാട് ഒന്നാകെ ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്രമണ സംഭവത്തിന് ശേഷം നാട്ടിൽ ജനകീയ സദസ്സുകളും പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും എല്ലാം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഇതിൻ്റെ ഭാഗമായി ഉദിനിപ്പറമ്പ് മദ്രസയിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നാളെ വൈകുന്നേരം 6:30 ബഹുമാനപ്പെട്ട MLA P. നന്ദകുമാർ ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാരെയും പുറമേയുള്ള ചെറുപ്പക്കാരെയും അങ്ങോട്ട് എത്തിച്ച് ലഹരിയുടെ വിതരണവും അതോടൊപ്പം ഉപയോഗവും പരമാവധി ആളുകളിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ഒരു നാട്ടിലെ ഏതൊക്കെ രാഷ്ട്രീയ മത വിഭാഗങ്ങളുണ്ടോ അവരെല്ലാം ഒറ്റക്കെട്ടായി കഴിഞ്ഞ മാസം 11-ാം തീയതി അവിടെ ഒരു സൂചന സമരമെന്ന നിലക്ക് ഒരു പ്രകടനവും ആ പ്രകടനത്തോടനുസരിച്ചൊരു പൊതുയോഗവും പെട്ടെന്ന് നടത്തുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ്, ഇതോടൊപ്പം പുതിയ തലമുറക്ക് ഈ ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി. നാളെ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും, അത് കക്ഷി രാഷ്ട്രീയ, ജാതി, മത ഭേദമന്യേ കുട്ടികളും സ്ത്രീകളും അടക്കം, കുടുംബിനികളും അടക്കമുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന വൻ ബഹുജന റാലിയും 5 മണിക്ക് ബഹുജന റാലിയും അതിനുശേഷം 6:30 പൊതു സമ്മേളനവും നടക്കുകയാണ്. ഇത് ഈ ലഹരി മാഫിയക്കെതിരെ ഒരു പ്രദേശത്തിൻ്റെ ശക്തമായ താക്കീതാണ്. ഈ താക്കീതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇനിയും പ്രദേശത്തെ കുട്ടികളെ, യുവാക്കളെ രക്ഷിക്കുന്നതിനു വേണ്ടി അതിൻ്റെ നടപടികളുമായി ഏതറ്റം വരെ പോകാനും ആ പ്രദേശത്ത് ഉള്ള ജനങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമര മാർഗമാണ് നാളത്തെ പൊതുയോഗം. അത് ബഹുമാനപ്പെട്ട MLA നന്ദകുമാർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ സിദ്ദീഖ് പന്താവൂര്, ഷാനവാസ് വട്ടത്തൂർ, P. വിജയൻ, കൃഷ്ണൻ പാവട്ടപ്പുറം, ഹസൻ ചിയ്യാന്നൂര്, TV മുഹമ്മദ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ഈ പൊതുയോഗത്തിൽ സംബന്ധിക്കുന്നു. കൂടാതെ പൗരസമിതിയുടെ ചെയർമാൻ PPM അഷ്റഫ്, കൺവീനർ മുജീബ് കോക്കൂര് എന്നിവരും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ലഹരി നമ്മുടെ സമൂഹത്തിൽ അത്രമാത്രം വേരൂന്നിയിരിക്കുകയും അത് നമ്മുടെ കുട്ടികളെയും ഈ സമൂഹത്തെയും തെറ്റായ രീതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെയൊക്കെ ശ്രദ്ധയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ അവർ നടത്തുമ്പോൾ അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്, കടമയാണ്. വാർത്താ സമ്മേളനത്തിൽ അനസ് ചങ്ങരംകുളം, വാർഡ് മെമ്പർ ശിവൻ, സൂരജ് ഉദിനിപ്പറമ്പ്, അബ്ദുൾ കണക്കാക്കൽ, സുബൈർ NV, ഹംസ MK, സുധീഷ് മഞ്ഞക്കാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ മീഡിയ സ്കാൻ.